രാവിലെ നമ്മുടെ അടുത്തായിട്ടുള്ള ചെങ്ങറ എസ്റ്റേറ്റിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാനായിട്ട് ഇറങ്ങിയതാണ്. നമ്മുടെ കുമ്പളാംപൊയ്ക അട്ടച്ചാക്കൽ ചെങ്ങറ റൂട്ടിൽ കൂടാണ് ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുതുക്കുളം മലയാലപ്പുഴ റൂട്ടിലേക്ക് തിരിയുന്ന ഭാഗത്ത് നിന്നാണ് നമ്മുടെ യാത്ര ആരംഭിച്ചിരിക്കുന്നത്. ഈ ഒരു റൂട്ടിൽ കൂടി ചെങ്ങറ അട്ടച്ചാക്കൽ റൂട്ടിൽ കൂടി യാത്ര ചെയ്തിട്ടുള്ളവർക്കറിയാം, വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ സമ്മാനിക്കുന്ന വളരെ ശാന്തമായി കിടക്കുന്ന ഒരു പ്രദേശമാണ് ഈ ചെങ്ങറ എസ്റ്റേറ്റിൻ്റെ നമ്മളിപ്പോൾ ഈ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു പാത. രണ്ട് സൈഡിലും ഇപ്പം റബ്ബർ തോട്ടങ്ങളായിരുന്നു. നമ്മളിപ്പോൾ ഈ കാണുന്ന ഇടത്ത് പല സൈഡിലെ റബ്ബറുകളെല്ലാം മുറിച്ച് മാറ്റിയതാണ്. ഇവിടെ കുറേയധികം തോട്ടം തൊഴിലാളികളുടെ എസ്റ്റേറ്റിലെ ജീവനക്കാരുടെയൊക്കെ വീടും ചെറിയ ചെറിയ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറേ എണ്ണം ഇതേപോലെ കാട് കയറി ഇടിഞ്ഞ് തകർന്നൊക്കെ കിടക്കുകയാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ അവിടേക്ക് പോയി വീഡിയോ ഒക്കെ എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പെർമിഷൻ ഇല്ലാതെ നമുക്ക് അതിനകത്തോട്ടൊന്നും കയറാൻ പറ്റത്തില്ല, ഓപ്പൺ ഏരിയയാണ്. പക്ഷേങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എസ്റ്റേറ്റിലെ ജീവനക്കാർ ഇതുവഴി കടന്നു പോകുന്നുണ്ട്. അവരുടെ അനുവാദമില്ലാതെ അതിലേക്ക് കയറി കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാവും. അതുവഴി വന്ന ഒരാളോട് ചോദിച്ചപ്പോൾ അവരും പറഞ്ഞ അങ്ങനെയാണ്. അവർ കയറുകയാണെങ്കിലും അല്ല പുറത്തു നിന്ന് ആരെങ്കിലും വന്ന് കയറുകയാണെങ്കിലും ഇവിടെയുള്ളവർ തന്നെ എസ്റ്റേറ്റിലെ ജീവനക്കാരെ വിളിച്ച് അറിയിക്കുമെന്നാണ് പറഞ്ഞത്. പണ്ടൊരിക്കലും നമ്മളിവിടെ ഒരു വീഡിയോ സോങ് ഷൂട്ട് ചെയ്യാനായിട്ട് ചെങ്ങറ വ്യൂ പോയിന്റിലേക്ക് പോയിരുന്നു. അവിടെ വെച്ച് അകത്ത് കയറി വീഡിയോ എടുക്കുന്ന കാര്യം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് 1500 രൂപയോളം തന്നാൽ മാത്രമേ അതിനകത്ത് കയറി വീഡിയോ എടുക്കാൻ അനുവദിക്കൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പെർമിഷൻ ഇല്ലാതെ കയറി കഴിഞ്ഞാൽ അത് അതിലും വലിയൊരു പ്രശ്നമാകും. നമ്മളിന്ന് നമ്മുടെ ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന പോലീസ് ചെക്കിങ് ഉണ്ടോ, ഇവിടെ നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞാൽ ചെങ്ങറയിലെ പൈനാപ്പിൾ തോട്ടമുണ്ട്, കുറേ ഏരിയാസ് ഉണ്ട്. അതിനുള്ളിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാനായിട്ടാണ് പോകുന്നത്. ഇവിടെ പെർമിഷനൊക്കെ ചോദിച്ചതിന് ശേഷമാണ്, അവിടെയുള്ള ഒരാളോട് ചോദിച്ച് കയറി പോകുന്നതുകൊണ്ട് കുഴപ്പമുണ്ടെന്ന് ചോദിച്ചാൽ കുഴപ്പമൊന്നുമില്ല, കൈതത്തോട്ടത്തിനകത്തേക്ക് കയറാതിരുന്നാൽ മതി എന്നാണ് പറഞ്ഞത്. പോകുന്ന വഴിയെല്ലാം കുറേ മോശമാണ്. കുറച്ച് ഭാഗം മാത്രമേ ടാർ ചെയ്തിട്ടുള്ളൂ, ബാക്കി മൊത്തം മൺ റോഡും അതുപോലെ തന്നെ കുറച്ച് ഭാഗങ്ങൾ ടാർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതെല്ലാം കുത്തിപ്പൊളിഞ്ഞ് ഇളകി കിടക്കുകയാണ്. ഇവിടേക്ക് തോട്ടം തൊഴിലാളികളെ കൊണ്ട് വരുന്ന പിക്കപ്പും അതുപോലെ തന്നെ കൈച്ചക്ക പറിക്കാനും മരുന്നടിക്കാനുമായിട്ടൊക്കെ വരുന്ന ചെറിയ പിക്കപ്പും അതുപോലെ ലോറിയും കാര്യങ്ങളുമൊക്കെ ഇതിന് ഉള്ളിൽ താമസിക്കുന്ന തോട്ടം തൊഴിലാളികളുടെ വാഹനങ്ങളുമൊക്കെ മാത്രമേ ഇതുവഴി പോകാറുള്ളൂ. നമുക്ക് എല്ലാ ഏരിയയിലോട്ടൊന്നും കടന്നു പോകാൻ പറ്റത്തില്ല കേട്ടോ. പലയിടത്തും ഇതേപോലെ ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുകയാണ്. അവിടെയൊക്കെ ഈ പറയുന്ന കൃഷിയൊക്കെ ആരംഭിച്ച് കൈതച്ചക്കയുടെ കൃഷിയൊക്കെ ആരംഭിച്ച് വിളവെടുക്കാറൊക്കെ ആയ സമയമൊക്കെയാണ്. ആ പ്രദേശത്തോട്ടൊന്നും കയറ്റി വിടത്തില്ല. നമ്മളിപ്പം ഈ പോകുന്ന വഴിയിൽ അങ്ങനെ എസ്റ്റേറ്റിലെ മറ്റ് ജീവനക്കാരൊന്നും കണ്ടിട്ടില്ല. കാണുകയാണെങ്കിൽ ഒരുപക്ഷെ അവർ വഴക്ക് പറയും കേട്ടോ. പിന്നെ രാവിലെ സമയം ആയതുകൊണ്ട് തന്നെ വളരെ സൈലൻ്റായിട്ട് കിടക്കുന്ന, അല്ലെങ്കിലും വളരെ സൈലൻ്റായിട്ട് കിടക്കുന്ന അതിമനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരു ഏരിയയാണ് ഈ ചെങ്ങറ എസ്റ്റേറ്റിലെ ഈ കാണുന്ന കൈതത്തോട്ടവും കാര്യങ്ങളൊക്കെ. റോഡിൻ്റെ താഴ്ഭാഗത്തുകൂടിയാണ് നമ്മുടെ കല്ലാർ നദി ഒഴുകുന്നത്. അവിടെയാണെങ്കിൽ അപ്പുറത്തെ സൈഡിൽ വനമാണെന്ന് തോന്നുന്നു. അവിടെ നിന്ന് കാട്ടുമൃഗങ്ങൾ പന്നിയും കാര്യങ്ങളൊന്നും കയറി വരാതിരിക്കാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു നമ്മുടെ ഈ എർത്ത് ലൈൻ ഉണ്ടല്ലോ, അതിങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മളപ്പോൾ അങ്ങോട്ടൊക്കെ പോകുന്നത് കുറച്ച് അപകടമാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് കൂടുതലും വർക്ക് ചെയ്യുന്നത് തമിഴരാണ് കൂടുതലും. നമ്മൾ ഇവിടുന്ന് ബ്ലാപ്പില വെള്ളച്ചാട്ടം ഇവിടുന്ന് കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ ഉണ്ട്. അതുവഴിയാണ് പോകുന്നത് എന്ന് അവരോടൊന്ന് ചോദിച്ചപ്പോൾ അവർക്ക് അറിയില്ല എന്നാണ് പറഞ്ഞത്. കാരണം മലയാളം അറിയില്ല എന്നാണ് പറഞ്ഞത്. എല്ലാം തമിഴ്നാട്ടുകാരാണ് മൊത്തം, ഇതിനകത്ത് വർക്ക് ചെയ്യുന്ന മൊത്തം തമിഴന്മാരാണ് കേട്ടോ. അതുപോലെ തന്നെ മഴ സമയത്തൊക്കെ വരികയാണെങ്കിൽ നല്ല കുറേയധികം അരുവികളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. നമ്മളിപ്പോൾ ഈ പോകുന്ന വഴിക്കാണെങ്കിലും ചെറിയ ചെറിയ അരുവികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. മഴ സമയത്തും അതുപോലെ തന്നെ രാവിലെ സമയത്തും വരികയാണെങ്കിൽ മഞ്ഞ് മൂടിയൊക്കെ കിടക്കുന്ന ഈ ഒരു വഴിയിലൂടെയുള്ള യാത്ര ഒന്നുകൂടി മനോഹരമായിരിക്കും. ഇവിടെ നിന്ന് അങ്ങോട്ടാണ് പിന്നെ ഈ പറയുന്ന നമ്മുടെ എസ്റ്റേറ്റിലെ ഇവിടുത്തെ ഈ കൈതത്തോട്ടത്തിലെ അതുപോലെ തന്നെ റബ്ബർ എസ്റ്റേറ്റിനുള്ളിലെയും ജീവനക്കാരൊക്കെ ഉണ്ടല്ലോ, തൊഴിലാളികളൊക്കെ താമസിക്കുന്നത് ഇവിടെ നിന്നാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് കുറേ ദൂരം അവരുടെ വീടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പണ്ട് ഞങ്ങൾ ഒരു വീഡിയോ ഷൂട്ടിന് വേണ്ടി വന്നപ്പോൾ ഈ കാണുന്ന ഏരിയയിലൊക്കെ വന്നായിരുന്നു. അന്ന് ഇവിടെ കൈത കൃഷി ആയിരുന്നില്ല, അന്ന് റബ്ബറായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇന്നിവിടെ ഇവിടുത്തെ ഈ കാണുന്ന ചെറിയ ബിൽഡിംഗ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇതുവഴി നമ്മൾ മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. ഇന്നിപ്പം വളരെ മനോഹരമാണ് കേട്ടോ. കാരണം മൊത്തം റബ്ബറും കാര്യങ്ങളും എല്ലാം വെട്ടി നിരത്തി കൈത കൃഷിയല്ലേ, അപ്പോൾ കാണാൻ തന്നെ
വളരെ മനോഹരമാണ്. ഇപ്പോൾ ഈ കാണുന്നത് കണ്ടോ, കൈതച്ചക്കയൊക്കെ ഏകദേശം ആകാറായി നിൽക്കുന്നതാണ്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു മരുന്നൊക്കെ അടിക്കുന്നുണ്ട്. മരുന്നൊക്കെ അടിച്ചിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് ഈ നമ്മുടെ ഓലയുണ്ടല്ലോ, ഓല വെട്ടി ഇട്ടിരിക്കുകയാണ്. എനിക്ക് അറിയില്ല എന്തിനാണ്. ചിലപ്പോൾ ഒരുപക്ഷെ നല്ലൊരു വിളവ് കിട്ടാനോ കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റ് പ്രാണികളും കാര്യങ്ങളും ഒന്നും കയറാതിരിക്കാനോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. എന്തായാലും ഈ ഏരിയയിൽ മൊത്തം കാണാൻ വളരെ മനോഹരമാണ്. കുറേയധികം ലയങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പഴയ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടല്ലോ, ഈ കരിങ്കല്ല് കൊണ്ടുള്ള കുറേയധികം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന ബിൽഡിങ്ങും അതുപോലെ തന്നെ കുറേ കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതുവഴി യാത്ര ചെയ്യുമ്പോൾ എന്തോ ഒരു പ്രത്യേക സുഖമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഈ ഒരു ഏരിയ കണ്ടോ, നമ്മളൊരു തമിഴ്നാട് ഏരിയയിലൊക്കെ പോകുന്ന ആ ഒരു ഫീലാണ് ശരിക്കും പറഞ്ഞാൽ കുറച്ച് നേരം ഇതുവഴി യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയത്. നമ്മൾ ഇവിടുന്ന് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്തോട്ട് ഇറങ്ങിയത് ഇതുവഴി നേരെ ബ്ലാപ്പില വെള്ളച്ചാട്ടം കാണാൻ പോകാൻ വേണ്ടിയായിരുന്നു. പക്ഷേങ്കിൽ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇതുവഴി എല്ലാം വഴി കിടക്കുന്ന കണ്ട വഴി കൂടി എല്ലാം കയറിപ്പോയി. കാരണം പോകുന്ന വഴികളെല്ലാം നല്ല ഒരു അന്തരീക്ഷമാണ്. നമുക്ക് മനസ്സിന് നല്ല കുളിർമ നൽകുന്ന ഒരുപാട് കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. ഏകദേശം ഒരു 5-6 കിലോമീറ്ററോളം ഇതിനുള്ളിൽ തന്നെ കിടന്ന് ചുറ്റി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള വഴികളിൽ കൂടിയൊക്കെ പോയി കുറേയധികം നല്ല കാഴ്ചകളൊക്കെ കാണാൻ കഴിഞ്ഞു. നമ്മുടെ എപ്പോഴും യാത്ര ചെയ്യുന്നത്, ഇതേപോലുള്ള യാത്രകൾ ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഷട്ടർ സ്റ്റോക്കിൽ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇടുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. അതിനുവേണ്ടിയുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ വേണ്ടിയാണ് കൂടുതൽ യാത്ര ചെയ്യുന്നത്. ഈ ഒരു യാത്രയിൽ നമുക്ക് ഒരുപാട് നല്ല കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ പകർത്തിയെടുക്കാൻ കഴിഞ്ഞു. അതൊക്കെ ഷട്ടർ സ്റ്റോക്കിൽ അപ്ലോഡ് ചെയ്യുകയും അതെല്ലാം അപ്രൂവ് ആവുകയും ചെയ്തിട്ടുണ്ട്. ഏർണിങ്സ് ഒക്കെ കിട്ടുന്നത് പിന്നീടത്തെ കാര്യമാണ്. നമ്മൾ പരിശ്രമിച്ച് നോക്കുക എന്നുള്ളതാണല്ലോ. അപ്പം ചെങ്ങറ എസ്റ്റേറ്റിനുള്ളിലെ കൈതത്തോട്ടത്തിലെ കാഴ്ചകളായിരുന്നു നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു സ്ഥലത്തെ ചെറിയ മനോഹരമായ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.